മാഓയിയും മോആനയും കൂടി ടെഫീറ്റിയുടെ ഹൃദയം തിരിച്ചു നൽകാൻ പോകുന്നു. എന്നാൽ അവിടെ ഭീകരമായ ഒരു തീമൃഗം ടക്ക അവരെ തടയുന്നു. മാവോയി തന്റെ മാന്ത്രിക കൊമ്പ് ഉപയോഗിച്ച് ടക്കയെ നേരിടുമ്പോൾ അത് ടക്കയുടെ ഭീകര ശക്തിയിൽ തകർന്നു. അതിനിടയിൽ മോആന ടെഫീറ്റിയെ തിരയുമ്പോൾ അവിടെ എവിടെയും കാണുന്നില്ല. എന്നാൽ ടക്കയുടെ നെഞ്ചിൽ ഒരു അടയാളം കാണുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നു ടക്കയാണ് ടെഫീറ്റി. മോആന ധൈര്യത്തോടെ ഹൃദയം ഉയർത്തിക്കാട്ടുന്നു. ടക്ക നോക്കി നിശബ്ദയായി. അവൾ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് നീങ്ങുന്നു. ഹൃദയം തിരിച്ചിടുന്നു. ഉടൻ ടക്ക മാറുന്നു. നിത്യഹരിത ദേവതയായ ടെഫീറ്റിയായി. പ്രകൃതി പുനരുജ്ജീവിക്കുന്നു. ടെഫീറ്റി മാവോയിക്ക് പുതിയ മാന്ത്രിക കൊമ്പ് സമ്മാനിക്കുന്നു. മോആന തിരിച്ചു മോട്ടുനുവിലേക്ക് മടങ്ങുന്നു. അവളുടെ ജന്മദേശം വീണ്ടും ഉണർന്നു സുന്ദരമായിരിക്കുന്നു.